വാർത്തകളിലേക്ക് ലോ കോളേജിലെ SFI KSU സംഘർഷത്തിന്റെ പേരിൽ നിയമസഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോര്. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ ഉത്തരവ് കൊടുത്ത പാർട്ടി സെക്രട്ടറിയുടെ നിലവാരത്തിലേക്ക് മുഖ്യമന്ത്രി തരം താഴരുത് എന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി തോറ്റതോടെ പ്രതിപക്ഷ നേതാവിന്റെ മനോനില തകർന്നെന്ന് മുഖ്യമന്ത്രിയും തിരിച്ചടിച്ചു. തിരുവനന്തപുരം ലോ കോളേജ് സംഭവം ചൂണ്ടിക്കാട്ടി സംസ്ഥാന വ്യാപകമായി KSU പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. SFI പ്രവർത്തകരെയും ഗുണ്ടകളെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയാണ് കേരളത്തിൽ. തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയാണ്. സാർ ഇതിന് പരിഹാരം ഉണ്ടാക്കണം. ഇതിനെല്ലാം കൊട പിടിച്ചു കൊടുക്കാതെ സാർ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ്. അന്ന് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: ഏറ്റവും പ്രബലമായ ഒരു വിദ്യാർത്ഥി സംഘടനയെ ആക്ഷേപിക്കുന്നതിന് അതിനുവേണ്ടി ഏത് നിലവിട്ടും ആക്ഷേപിക്കാമെന്നാണ്. അതിന് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം ഉപയോഗിക്കലാണ്. ആ പിന്നിൽ നിന്ന് ബഹളം വെക്കുന്നവര് ആ നിലയിലേക്ക് അധപ്പതിക്കാൻ പാടുണ്ടോ ബഹുമാനായ പ്രതിപക്ഷ നേതാവ്? അതാണോ വേണ്ടത്? അക്രമികൾക്ക് ആയുധം നൽകുന്ന പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടേതെന്ന് പ്രതിപക്ഷ നേതാവ്. ബഹുമാനായ മുഖ്യമന്ത്രി ഈ പ്രതിപക്ഷ നേതാവ് പിൻനിരയിലുള്ള ആളുകളെ പോലെ അധപ്പതിച്ചു എന്നുള്ളൊരു പ്രയോഗം നടത്തി. സാർ, പിൻനിരയിലുള്ള ആളുകൾ അങ്ങനെ അധപ്പതിച്ച ആളുകളൊന്നുമല്ല. ഞങ്ങള് വീട് തുളച്ചു വന്ന ആളുകളല്ല പിൻനിരയിലിരിക്കുന്നത്. പിൻനിരയിലിരിക്കുന്നവർ ജനങ്ങളുടെ അംഗീകാരം തേടി വന്നവർ തന്നെയാണ്. സാർ, എനിക്ക് അതേ നിലവാരം തന്നെയുള്ളൂ. പ്രതിപക്ഷ നേതാവ് KSU-കാരനായി തരം താഴരുതെന്ന് മുഖ്യമന്ത്രി. അദ്ദേഹം പഴയ KSU നേതാവിന്റെയും യൂത്ത് കോൺഗ്രസ് നേതാവിന്റെയും ഫലത്തിലേക്ക് അധപ്പതിക്കുകയാണ്. അതാണ് ഇവിടെ കണ്ടത്. അതിന്റെ ഭാഗമായുള്ള പ്രകടനമാണ് ഇവിടെ കണ്ടത്. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ പണ്ട് ഉത്തരവ് കൊടുത്ത പാർട്ടി സെക്രട്ടറിയുടെ നിലവാരത്തിലേക്ക് മുഖ്യമന്ത്രി തരം താഴരുതെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. ഞാൻ പഴയ KSU നേതാവും യൂത്ത് കോൺഗ്രസ് നേതാവുമായിട്ട് വളർന്നു വന്ന ആള് തന്നെയാണ്. സാർ, അതേ ആവേശവും ഒക്കെ ഇക്കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഉണ്ടാവും. ഞാനത് സമ്മതിക്കുന്നു. SFIക്കെതിരായ ആരോപണങ്ങൾ ചേർത്ത മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: ഇതെല്ലാം നേരത്തെ പറഞ്ഞ കാരണങ്ങളാൽ സംഭവിക്കുന്ന ഒന്നാണ്. തകർന്നു പോകുന്നു, മറുഭാഗം ഉയർന്നു പോകുന്നു. SFI ആക്രമണത്തിൽ സർക്കാരിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നാരോപിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ന്യൂസ് 18 തിരുവനന്തപുരം. ലോ കോളേജ് സംഭവത്തിൽ പ്രതിഷേധിച്ച് നിയമസഭയിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസിലെ ക്രിമിനലുകളാണ് അങ്ങനെ നോക്കിയിരിക്കുന്നത്, അല്ല ക്രിമിനൽ അല്ലാത്തവരും പോലീസിന് പോലും അങ്ങനെ നോക്കുന്നില്ല. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. റോഡിന്റെ സമീപം സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകളും മറ്റും KSU പ്രവർത്തകർ നശിപ്പിച്ചു. പോലീസ് ബലം പ്രയോഗിച്ചാണ് ഇവരെ നീക്കിയത്. SFI പ്രവർത്തകരിൽ നിന്ന് ക്രൂരമർദ്ദനം നേരിടേണ്ടി വന്നുവെന്ന് ലോ കോളേജിലെ KSU നേതാവ് സഫ്ന യാക്കൂബ്. ഇന്നലെ 2 തവണ മർദ്ദനമേറ്റെന്ന് സഫ്ന പറഞ്ഞു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സഫ്നയെ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു. ആക്രമിക്കുകയായിരുന്നു. എന്നെയും ആഷിഖിനെയും നിതിനെയാണ് കോളേജിനുള്ളിൽ ആക്രമിച്ചത്. അതിനുശേഷം വീട്ടിൽ കയറി ദേവനാരായണനെയും അതുപോലെ അവൻ്റെ കൂടെ 10 പേരെയും വീട്ടിൻ്റെ അകത്ത് കയറി തല്ലുകയും തേപ്പ് വെട്ടി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും നശിപ്പിച്ചു കളഞ്ഞു. രാത്രി സമയത്ത് ട്രസ്പാസ്. പിന്നെ എന്നെ വലിച്ചിറക്കിയാണ് ഉണ്ടായത് കോളേജിനുള്ളിൽ. ഇതിനു മുമ്പും ഇതുപോലെ SFI ഞങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു നടപടികളും എടുത്തിട്ടില്ല. പോലീസ് ആണെങ്കിലും സ്റ്റാഫ് കൗൺസിൽ ആണെങ്കിലും നടപടികളൊന്നും എടുത്തിട്ടില്ല. പേരിന് പരാതി എഴുതിക്കൊണ്ട് പോവുക എന്നല്ലാതെ ഇതുവരെ ഒരു ആക്ഷൻസ് ഞങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടില്ല. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ഞങ്ങൾക്ക് നീതി ലഭിക്കണം. ഇനി ഒരു വിദ്യാർത്ഥിക്ക് ഇതുപോലൊരു അവസ്ഥ ആർക്കും ഉണ്ടാവാൻ പാടില്ല. ഇത് വളരെ നീചവും ക്രൂരവുമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വ്യത്യസ്തമായ രാഷ്ട്രീയ ആശയങ്ങളുണ്ട് എന്ന് കരുതി ഞങ്ങളെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നീതികരമായിട്ടുള്ള കാര്യമല്ലല്ലോ. കേരളത്തിൽ SFIയുടെ ഗൂണ്ടായിസമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. ഗൂണ്ടായിസത്തിന് പോലീസ് ഒത്താശ ചെയ്യുകയാണ് എന്നും സുധാകരൻ ആരോപിച്ചു.
ഇന്നലെ 2-3 സ്ഥലത്ത് ആക്രമണങ്ങൾ നടന്നു. ആ ആക്രമണത്തിനെല്ലാം പോലീസ് മൂകസാക്ഷികളായി നിന്നു എന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ അഭിശാപം. നിയമം നടത്തേണ്ട നിയമപാലകന്മാർ നിയമലംഘകരാകുവോ അല്ലെങ്കിൽ നിയമലംഘനത്തെ നോക്കി നിൽക്കുന്ന നിസ്സഹായരാകുവോ മാറുന്ന സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വിദൂരമായ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കുമെന്ന് ഇടതുപക്ഷ സർക്കാരിനെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് SFIയുടെ ഗുണ്ടായിസത്തെ ഇല്ലാതാക്കാൻ പോലീസിന്റെ സാന്നിധ്യവും പോലീസിന്റെ നിഷ്ക്രിയത്വവും അവസാനിപ്പിക്കണമെന്ന് ഞാൻ സംസ്ഥാന സർക്കാരോടും പോലീസിനോടും ആവശ്യപ്പെടുകയാണ്. ഈ ഗുണ്ടായിസവുമായി SFI മുമ്പോട്ട് പോവുകയാണെങ്കിൽ ആത്മരക്ഷാർത്ഥം സംഘടിക്കാനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആത്മരക്ഷാർത്ഥം സംഘടിക്കാനുള്ള സാഹചര്യം SFI തന്നെ സൃഷ്ടിക്കും. അത് വലിയ സംഘർഷാവസ്ഥയിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗങ്ങൾ കൊണ്ടുപോകുമെന്ന് ഞാൻ SFIയെയും CPM നേതാക്കന്മാരെയും ഞാൻ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 2020 പ്രവർത്തകൻ ദീപുവിന്റെ കൊലപാതകത്തിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കോടതി മാറ്റാൻ അനുമതി. ദീപുവിന്റെ അച്ഛന്റെ ആവശ്യം ഹൈക്കോടതിയാണ് അംഗീകരിച്ചത്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ജഡ്ജിക്ക് പാർട്ടി ബന്ധമുണ്ട് എന്ന ആരോപണം പരിഗണിച്ച് കോടതി മാറ്റുന്നത് മോശം കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. MS അനീഷ് കുമാർ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, ജാമ്യാപേക്ഷ ഇനി ഏത് കോടതിയാകും പരിഗണിക്കുക? ദീപുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സെഷൻസ് കോടതി ജഡ്ജിയുടെ പിതാവ് CPM നേതാവാണ് എന്നത് ചൂണ്ടിക്കാട്ടിയാണ് ദീപുവിന്റെ അച്ഛൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചത്. അടിയന്തരമായി കോടതി മാറ്റം എന്ന ആവശ്യം അംഗീകരിക്കണം, പക്ഷാപാതപരമായി കോടതി പെരുമാറും എന്ന സംശയം തങ്ങൾക്കുണ്ട്. 4 തവണ പോസ്റ്റിംഗ് വന്നിട്ടും കക്ഷികൾക്ക് ഈ അപേക്ഷ നൽകുക പോലും കേസിന്റെ കോപ്പികൾ പോലും നൽകില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരമൊരു ഹർജി നൽകിയത്. എന്തായാലും ഈ ഹർജി ഇപ്പോൾ ഹൈക്കോടതി അനുവദിച്ചിരിക്കുകയാണ്. കോടതി മാറ്റാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. കോടതിക്കും ഹർജിക്കാർക്കും അതാണ് അഭികാമ്യം എന്ന് കോടതി വിലയിരുത്തിക്കുന്നു. കാരണം പിന്നീട് ഒരു ആരോപണമോ ഈ സംബന്ധിച്ചുള്ള പരാമർശങ്ങളോ ഉണ്ടാവാതിരിക്കാൻ അത് നല്ലതാണ് എന്ന രീതിയിലേക്കാണ് കോടതി എത്തിയിരിക്കുന്നത്. എന്തായാലും ഇത്തരം ഒരു ഇത്തരം ഒരു മോശം അഭിപ്രായം സൃഷ്ടിക്കും എന്ന വിമർശനമാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. കാരണം ഈ വാദിഭാഗത്തിന്റെ അഭിപ്രായം പരിഗണിച്ച് ഇത്തരത്തിൽ കേസുകൾ മാറ്റിക്കൊണ്ടുവന്നാൽ പലരും നാളെ ഈ ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ട് എന്നും പറയുന്നു. എന്നാൽ ഈ കോപ്പി നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വീഴ്ച ഉണ്ടായി എന്നാണ് ഈ ദീപുവിന്റെ അച്ഛനടക്കമുള്ളവർ കോടതിയിൽ വാദിക്കുന്നത്. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്. വഖഫ് ബോർഡ് നിയമനം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു. ഏപ്രിൽ 20-ന് തിരുവനന്തപുരത്താണ് യോഗം. വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിട്ട തീരുമാനവുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന മന്ത്രി V അബ്ദുറഹ്മാന്റെ പ്രസ്താവനയ്ക്കെതിരെ സമസ്ത രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് യോഗം വിളിച്ചു ചേർക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിയിപ്പ്. വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിടാനുള്ള തീരുമാനത്തിൽ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്തതിനു ശേഷം മാത്രമേ സർക്കാർ തുടർ നടപടികളിലേക്ക് പോകൂവെന്നായിരുന്നു സമസ്തക്ക് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ്. യോഗം വിളിച്ചു ചേർക്കുന്നത് വൈകുന്നതിനിടെയാണ് ഇന്നലെ PSCക്ക് വിടാനുള്ള തീരുമാനവുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന മന്ത്രി V അബ്ദുറഹ്മാന്റെ നിയമസഭയിലെ പ്രഖ്യാപനം. മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് പ്രക്ഷോഭത്തിൽ നിന്ന് പിന്മാറിയ സമസ്തയെ പ്രതിസന്ധിയിലാക്കുന്നതായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മന്ത്രി V അബ്ദുറഹ്മാന്റെ പ്രസ്താവനയെ ചോദ്യം ചെയ്ത് രംഗത്തു വന്നതിന് പിന്നാലെയാണ് മുസ്ലിം സംഘടനകളുമായി ചർച്ച നടത്തുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് വന്നത്. ഏപ്രിൽ 20-ന് തിരുവനന്തപുരത്താണ് ചർച്ച. വഖഫ് വിഷയത്തിൽ പള്ളികളിൽ പ്രക്ഷോഭം നടത്താനുള്ള മുസ്ലിം ലീഗ് നീക്കത്തിൽ നിന്ന് പിന്മാറിയ സമസ്ത പിന്നീട് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി പ്രത്യക്ഷ പ്രതിഷേധങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുകയായിരുന്നു. മുസ്ലിം ലീഗിന്റെയും മറ്റു മുസ്ലിം സംഘടനകളുടെയും സമസ്തയിലെ തന്നെ ഒരു വിഭാഗത്തിന്റെയും എതിർപ്പ് അവഗണിച്ചായിരുന്നു ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ ഈ നിലപാട് സ്വീകരിച്ചത്. ഇതിനിടെ മന്ത്രി V അബ്ദുറഹ്മാൻ നടത്തിയ പ്രസ്താവന മുസ്ലിം ലീഗിന് സമസ്തക്കെതിരെയുള്ള ആയുധമായിരുന്നു. മന്ത്രി പറഞ്ഞതനുസരിച്ച് PSC നിയമനവുമായി മുന്നോട്ടു പോവുകയായിരുന്നുവെങ്കിൽ സമസ്തയ്ക്ക് സർക്കാരിനെതിരെ പ്രതിഷേധത്തിനിറങ്ങേണ്ട സാഹചര്യമുണ്ടാകും. ഇതുകൂടി മുന്നിൽ കണ്ടാണ് ചർച്ചയ്ക്കുള്ള സർക്കാർ തീരുമാനം. ന്യൂസ് 18 കോഴിക്കോട്. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ അധ്യക്ഷൻ A റഹീം CPMന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി. CPM സംസ്ഥാന സമിതിയാണ് റഹീമിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. 31-നാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. സംഘടനയിലും പാർലമെന്ററി രംഗത്തും യുവാക്കൾക്ക് കൂടുതൽ അവസരമെന്ന നയം CPM തുടരുകയാണ്. എറണാകുളം സമ്മേളനത്തിൽ സംസ്ഥാന സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് രാജ്യസഭയിലും റഹീമിന് അവസരം നൽകുന്നത്. രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാനുള്ള വലിയ പോരാട്ടത്തിൽ രാജ്യത്തിന്റെ പരമോന്നത നിയമനിർമ്മാണ സഭകളിൽ ഒന്നിലേക്ക് പാർലമെന്റിലേക്ക് എന്നെ അയക്കാൻ പ്രതിനിധീകരിക്കാൻ ലഭിച്ച ഈ അവസരം
പൂർണ്ണമായും രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിനിയോഗിക്കും. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന എ റഹീം കഴിഞ്ഞ നവംബറിലാണ് ഡിവൈഎഫ്ഐയുടെ ദേശീയ അധ്യക്ഷനായത്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യം കൂടി പരിഗണിച്ചാണ് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയക്കാൻ CPM തീരുമാനിച്ചത്. SFI സംസ്ഥാന വൈസ് പ്രസിഡന്റും കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവുമായിരുന്നു എ റഹീം. ചുരുങ്ങിയ കാലം മാധ്യമപ്രവർത്തകനുമായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെ നടത്തി ഇടതുമുന്നണി മുന്നോട്ടു പോകുമ്പോൾ UDF-ൽ ചർച്ചകൾ എങ്ങും എത്തിയില്ല. സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ച മുതിർന്ന നേതാക്കളടക്കം രംഗത്തെത്തിയത് കോൺഗ്രസിനകത്ത് ആശയക്കുഴപ്പം രൂക്ഷമാക്കി. യുവാക്കളെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളാക്കിയപ്പോൾ യുവത്വത്തിനൊപ്പം സാമുദായിക സമവാക്യം കൂടി പരിഗണിക്കേണ്ട അവസ്ഥയിലാണ് കോൺഗ്രസ്. രാജ്യസഭയിലേക്കുള്ള 3 ഒഴിവിൽ ഒരാളെ UDF-ന് വിജയിപ്പിക്കാം. ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെ നടത്തിയിട്ടും കോൺഗ്രസിൽ ചർച്ച എങ്ങും എത്തിയിട്ടില്ല. മുതിർന്ന അംഗങ്ങൾ മുതൽ യുവാക്കൾ വരെ നീളുന്ന നീണ്ട പരിഗണനാ പട്ടിക കോൺഗ്രസിന് മുന്നിലുണ്ട്. നേതാക്കൾക്കിടയിൽ ആശയവിനിമയം നടക്കുന്നുണ്ടെങ്കിലും ധാരണയായിട്ടില്ല. KPCC പ്രസിഡന്റ് ഡൽഹിയിലുണ്ട്. ആവശ്യമായ ചർച്ചകൾ അദ്ദേഹം നടത്തും. അതിനുശേഷം ഞങ്ങൾ ആലോചിച്ചിട്ട് ഫൈനലൈസ് ചെയ്യും. ഇലക്ഷൻ ക്യാമ്പയിനൊന്നും ഇല്ലല്ലോ, നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇലക്ഷൻ്റെ പ്രചരണ പരിപാടികളൊന്നും ഇല്ലല്ലോ രാജ്യസഭാ സീറ്റിൽ. അപ്പം അത് നമുക്ക് നാളെയോ മറ്റന്നാളോ നമുക്ക് പ്രഖ്യാപിക്കാം. ഇടതുമുന്നണി യുവത്വത്തിന് പ്രാധാന്യം നൽകിയതോടെ കോൺഗ്രസിനും ഈ വഴിക്ക് ചിന്തിക്കേണ്ടി വരും. ഒപ്പം സമുദായ സമവാക്യവും. ന്യൂനപക്ഷ സമുദായത്തെയാണ് രാജ്യസഭയിലേക്ക് പരിഗണിക്കുന്നത് എന്നാണ് സൂചന. മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ജബി മേത്തർ, മുൻ KSU പ്രസിഡന്റ് VS ജോയ് എന്നിവരടക്കം പുതുതായി പരിഗണനാ പട്ടികയിലേക്ക് കടന്നുവന്നു. ഹൈക്കമാൻഡിൽ സ്വാധീനമുള്ള ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തി സ്ഥാനാർത്ഥിത്വത്തിന് നീക്കം നടത്തുന്നതായും സൂചനയുണ്ട്. 21-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി. ദേശീയ രാഷ്ട്രീയത്തിലെ പുതിയ സാഹചര്യവും കോൺഗ്രസിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഗണനാ വിഷയമാകും. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യസഭ വൃദ്ധസദനമാക്കരുത് എന്ന് യൂത്ത് കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റി. KV തോമസിനെ പോലെയുള്ളവരുടെ പേര് ചർച്ചയ്ക്കെടുക്കുന്നത് പോലും പാർട്ടി പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കുന്ന നടപടിയാണ്. വിശ്രമ ജീവിതം ആനന്ദകരമാക്കി വീട്ടിലിരിക്കാൻ ചിലർ സ്വയം തീരുമാനിച്ചാൽ പാർട്ടി വിജയപാതയിലേക്ക് തിരിച്ചുവരും. സീറ്റ് യുവനേതാക്കളിൽ ആർക്കെങ്കിലും നൽകണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കമ്മിറ്റി പ്രമേയം പാസാക്കി. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ അഭിഭാഷകർക്കെതിരെ പരാതിയുമായി അതിജീവിത. അഭിഭാഷക വൃത്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ പ്രതിക്ക് വേണ്ടി ചെയ്യുന്നതിനാൽ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. നേരത്തെ രാമൻപിള്ളയുടെ ഓഫീസ് വൈഫൈ ഉപയോഗിച്ച് ദിലീപിന്റെ ഫോണിലെ ഡേറ്റ നശിപ്പിച്ചതായി ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിരുന്നു. അതേസമയം മൊബൈൽ ഫോണുകളിലെ തെളിവുകൾ നശിപ്പിച്ചിട്ടില്ല എന്ന് ദിലീപ് ഹൈക്കോടതിയെ അറിയിച്ചു. അഞ്ജലി റീമ ദേവ് എറണാകുളം പോക്സോ കോടതിയിൽ ഹാജരായി. കേസിൽ അഞ്ജലിക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് പോക്സോ കോടതിയിൽ എത്തിയത്. ഇന്നല്ലെങ്കിൽ നാളെ അന്വേഷണ സംഘത്തിന് മുൻപിൽ അഞ്ജലി ഹാജരാകും. ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നേരത്തെ അന്വേഷണ സംഘം അഞ്ജലിയുടെ കോഴിക്കോട്ടെ വസതിയിൽ നോട്ടീസ് പതിച്ചിരുന്നു. ഇന്ന് നേരിട്ട് നോട്ടീസ് കൈമാറി. സത്യം ജയിക്കുമെന്ന് കോടതിയിൽ ഹാജരായ ശേഷം അഞ്ജലി പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, പോലീസുകാരുടെ അടുത്ത് ഞാൻ കോപ്പറേറ്റ് ചെയ്യേണ്ട നിൽക്കൊന്നുമില്ല. ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇന്നോ നാളെ ഹാജരാവും ചെയ്യും. വീണ്ടും ഇടവേള. അഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭാവന വീണ്ടും മലയാള സിനിമയിലേക്ക്. ഡിക്കാക്ക് ഒരു പ്രേമുണ്ടായിരുന്നു എന്ന ചിത്രത്തിലൂടെയാണ് ഭാവന വീണ്ടും എത്തുന്നത്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. ഷറഫുദ്ദീൻ നായകനായി എത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായ ആദിൽ മൈമൂനത്ത് അഷ്റഫ് ആണ്. സംസ്ഥാനത്ത് 12 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വാക്സിനേഷൻ ആരംഭിച്ചു. ജില്ലകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിലാണ് വാക്സിനേഷൻ. പുതിയ കോർബി വാക്സിനാണ് കുട്ടികൾക്ക് നൽകുന്നത്. 15 ലക്ഷത്തോളം കുട്ടികളാണ് 12 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്കുള്ള വാക്സിനേഷൻ പ്രയോജനപ്പെടുത്തിയത്. 10,24,700 ഡോസ് വാക്സിൻ ലഭ്യമാക്കിയിട്ടുണ്ട്. 2010 ശേഷം ജനിച്ച എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യാൻ കഴിയുമെങ്കിലും വാക്സിൻ എടുക്കുന്ന ദിവസം 12 വയസ്സ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ വാക്സിൻ നൽകുകയുള്ളൂ. വിദ്യാഭ്യാസ വകുപ്പുമായി ആലോചിച്ച് വാക്സിനേഷൻ എല്ലാവരിലും എത്തിക്കാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തും. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും 2ാം ഡോസ് എടുത്തിട്ട് 9 മാസം കഴിഞ്ഞുവെങ്കിൽ ഇന്നു മുതൽ കരുതൽ ഡോസ് എടുക്കാം.
കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ നിലപാട് കടുപ്പിക്കാൻ G23 നേതാക്കളുടെ യോഗം വൈകിട്ട് ചേരും. PJ കുര്യൻ യോഗത്തിൽ പങ്കെടുക്കും. ഗാന്ധി കുടുംബത്തിനെതിരായ കപിൽ സിബലിന്റെ പരാമർശത്തിൽ വിമർശനവുമായി കൂടുതൽ നേതാക്കൾ രംഗത്തെത്തി. കപിൽ സിബൽ നല്ല അഭിഭാഷകനാണെങ്കിലും നല്ല കോൺഗ്രസ് നേതാവല്ല എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി. ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ നവജോത് സിംഗ് സിദ്ധു രാജിവെച്ചു. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ നേതൃത്വത്തിനെതിരെ നിലപാട് കടുപ്പിക്കാനാണ് G23 നേതാക്കളുടെ തീരുമാനം. സംഘടനാ തലത്തിൽ സമഗ്രമായ അഴിച്ചുപണിയും സ്ഥിരം അധ്യക്ഷനും എന്നതാണ് തിരുത്തൽവാദി നേതാക്കളുടെ ആവശ്യം. ഉൾപാർട്ടി ജനാധിപത്യത്തിലൂടെ പാർട്ടിയിൽ എല്ലാവർക്കും ഇടം നൽകണമെന്നും നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. മുതിർന്ന നേതാവ് PJ കുര്യനും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. കോൺഗ്രസിന് സ്ഥിരമായ ഒരു പ്രസിഡന്റ് ഉണ്ടാകണം എന്നുള്ളതും അതുപോലെ ശൈലി മാറ്റം വേണമെന്നുള്ളതും ആ 2 കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം വേണ്ട എന്ന് പറയല്ലേ, ആ സ്ഥിതിക്ക് മറ്റൊരു പ്രസിഡന്റ് ഉണ്ടാകണം. ഗാന്ധി കുടുംബത്തിനെതിരായ കപിൽ സിബലിന്റെ പരാമർശത്തിൽ വിമർശനവുമായി കൂടുതൽ നേതാക്കൾ രംഗത്തെത്തി. ബഹുജന അടിത്തറയില്ലാത്ത നേതാവാണ് കപിൽ സിബലെന്ന് ആദിർ രഞ്ജൻ ചൗധരി വിമർശിച്ചു. और नहीं तो एसी कमरे में बैठ के आर्म चेयर में बैठ के दिन रात साउंड बाइट देने में फायदा क्या है मुझे पता नहीं. ये लोग ज्ञानी व्यक्ति है. കപിൽ സിബൽ നല്ല അഭിഭാഷകനാണ്, എന്നാൽ നല്ല കോൺഗ്രസ് നേതാവല്ലെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ പഞ്ചാബിലെ കോൺഗ്രസ് എംപിമാരുമായി സോണിയാഗാന്ധി ചർച്ച നടത്തി. അതേസമയം ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ നവജോത് സിംഗ് സിദ്ധു രാജിവെച്ചു. ന്യൂസ് 18 ഡൽഹി. പഞ്ചാബ് മുഖ്യമന്ത്രിയായി AAP നേതാവ് ഭഗവത് മാൻ സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ ബൻവാലിലാൽ പുരോഹിത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. ഭഗത് സിംഗിന്റെ ജന്മസ്ഥലമായ നവൻഷഹർ ജില്ലയിലെ ഖത്കർ കലാനിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന് 10,000-കണക്കിന് ആളുകൾ എത്തിയിരുന്നു. ਭਗਤ ਸਿੰਘ ਹੋਰਾਂ ਦੇ ਜੱਦੀ ਪਿੰਡ ਉਹਨਾਂ ਦੇ ਦਰਸ਼ਨ ਕਰਨ ਆਏ. കേരയിൽ പദ്ധതിക്കായി നിലവിൽ ഭൂമി ഏറ്റെടുക്കാനാകില്ല എന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി. കേരയിൽ സങ്കീർണമായ വിഷയമാണ്. പദ്ധതിക്കെതിരെ ഉയർന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഗൌരവമുള്ളതാണ്. ടെക്നോ ഇക്കണോമിക് റിപ്പോർട്ട് കിട്ടാതെ അന്തിമ അനുമതി സംബന്ധിച്ച് ഒന്നും പറയാനാകില്ല. കേരയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏറ്റുമുട്ടുന്ന ഇടത് വലത് എംപിമാർ തമ്മിൽ എന്ത് ധാരണയെന്നറിയില്ല എന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞു. സിൽവർ ലൈൻ സർവേക്കെതിരെ മലപ്പുറം തിരൂരിൽ പ്രതിഷേധത്തിൽ സംഘർഷം. തിരൂർ ഫയർ സ്റ്റേഷന് സമീപത്താണ് നാട്ടുകാർ വൻ പ്രതിഷേധം ഉയർത്തിയത്. അതിരടയാള കല്ലുകൾ പ്രതിഷേധക്കാർ പിഴുതെറിഞ്ഞു. പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ അടക്കമുള്ളവർക്ക് പരിക്കേറ്റു. 9 പേരെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. മുന്നറിയിപ്പ് നൽകിയില്ല എന്നാരോപിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ഹിജാബ് വിഷയം അടിയന്തരമായി പരിഗണിക്കാനാകില്ല എന്ന് ആവർത്തിച്ച് സുപ്രീംകോടതി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് നിരോധിച്ച നടപടി കർണാടക ഹൈക്കോടതി ശരിവെച്ചതിനെ ചോദ്യം ചെയ്തുള്ള ഹർജികൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ മറുപടി. വിഷയം അടിയന്തരമായി പരിഗണിക്കേണ്ട എന്ത് സാഹചര്യമാണ് ഉള്ളതെന്ന് ചീഫ് ജസ്റ്റിസ് NV രമണ അഭിഭാഷകനായ സഞ്ജയ് ഹെഗ്ഡെയോട് ചോദിച്ചു. വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നില്ല എന്ന് അഭിഭാഷകൻ മറുപടി നൽകി. പരീക്ഷ എഴുതാൻ പറ്റാത്ത സാഹചര്യം ഇല്ല എന്ന് നിരീക്ഷിച്ച കോടതി വിഷയം പരിശോധിക്കട്ടെ എന്ന് വ്യക്തമാക്കി. ഹോളി അവധിക്ക് ശേഷം കേസ് ലിസ്റ്റ് ചെയ്യാമെന്ന് കോടതി പറഞ്ഞു. കുട്ടികളായ പ്രതിഭകളെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന ന്യൂസ് 18 ബൈജൂസ് യങ് ജീനിയസ് സീസൺ 2-ൽ ഇക്കുറി മലയാളി തിളക്കം. കോഴിക്കോട് സ്വദേശിയായ നർത്തകി നിളാനാഥാണ് വേദിയിൽ എത്തിയ ഒരു മത്സരാർത്ഥി. ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും കുച്ചിപ്പുടിയിലും ഒരുപോലെ മികവ് കാട്ടി ദേശീയ രാജ്യാന്തര വേദികളിൽ നൃത്തം അവതരിപ്പിച്ച പെൺകുട്ടിയാണ് നിള. ബൈജൂസ് യങ് ജീനിയസിലെ അനുഭവങ്ങളെക്കുറിച്ച് നിള പറയുന്നു. बायजूस यंग जीनियस सीजन 2 में हम एक ऐसे होनहार डांसर से मिले जिसको देखकर मेरे तो होश उड़ गए. भाई वो एक नहीं, 2 नहीं, 3 क्लासिकल डांस फॉर्म्स में माहिर है. तो भरतनाट्यम कुचिपुड़ी को तो वो समझती ही हैं और उसमें निपुण हैं ही, लेकिन मोहिनी आट्टम में जब नीला नाथ
परफॉर्म करने उतरती हैं, उनको देखकर ही हम तो मंत्रमुग्ध हो गए। आइए पूछते हैं नीला नाथ से कि उन्हें कैसा लगा। नीला, नमस्कारम। Namaste, I'm fine. How did you enjoy yourself and how did you like Byju's Young Genius Season 2? I was little nervous when I entered by seeing the huge stage. All crew was very supportive and they helped me more overcome the tears, and it was very unforgettable moment. How was it meeting Geeta Kapoor? I had learned so many things from Geeta ma'am. Ma'am is very kind and down to earth. She had given me advices, and I'm sure it was very helpful to me. Tell me, did you tell your guru, your friends? My family, friends and relatives all were very excited after hearing the good news. They were more enthusiastic than me. That's wonderful, Neela. Shine on. Do us proud. Do the country proud. I wish you all the very, very best. Wonderful speaking with you. Thank you. Thank you. Thank you so much. Genius, young genius. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നടി നവ്യ നായരുമായി MS അനീഷ് കുമാർ നടത്തിയ അഭിമുഖം കാണാം.